എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ്? സോ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇട്ട അനാലിസിസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾ പ്രോപ്പർ റിജക്ഷൻ സോൺ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സോണിൽ തന്നെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴേക്ക് വന്നായിട്ട് കാണാം. ഇനി എന്ത് മാർക്കറ്റിൽ സംഭവിക്കും? നമ്മൾ പറഞ്ഞ ടാർഗറ്റ് സോൺ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ടോട്ടലി ഉണ്ടായ പുഷിന്റെ ആ ഒരു ടാർഗറ്റ് സോണിലേക്ക് മാർക്കറ്റ് വന്നു. ഇനി മാർക്കറ്റിൽ കറന്റ്ലി താഴേക്ക് വരാനുള്ള ചാൻസസ്, മേളിലേക്ക് പോകാനുള്ള, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടാവും. സോ അതെന്താണെന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്യാം. അധികം പറഞ്ഞ് വലിച്ചിരുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബാ. സോ നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള മേജറായിട്ടൊരു സെൽ ഓഫ് സോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള സെൽ ഓഫ് സോൺ. ഇവിടെ കറൻ്റ് ഉള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് അനലൈസ് കൊടുക്കാം. അപ്പോൾ വീക്ക്ലി നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ വീക്സിൽ നമ്മൾ നോക്കിയ സമയത്ത് കണ്ടോ, ഇതായിരുന്നു കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു കണ്ടീഷനായിരുന്നു. സോ ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽ ഓഫ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടലി മാർക്കറ്റിൽ വന്നിട്ടുള്ള പുഷിൻ്റെ ഒരു ഇക്വിലിബ്രിയം കണ്ടോ. കറക്റ്റായി ഇക്വിലിബ്രിയത്തിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോ. അത് മാത്രമല്ല ഇവിടെ ഒരു 1 അവറിൻ്റെ കണ്ടീഷനിലേക്ക് നോക്കുമ്പോൾ, 1 അവറിൻ്റെ കണ്ടീഷനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇതൊരു ഒറ്റ പുഷായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം കണ്ടോ. ഇതൊരൊറ്റ പുഷായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ 1 അവറിൻ്റെ ഒരു സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറൻ്റ് അവിടെ തന്നെയാണ് കേട്ടോ. ഈ ഒരു സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ തന്നെ. ആ സപ്ലൈയിൽ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? ഇനി കറൻ്റ് മാർക്കറ്റ് നെക്സ്റ്റ് വീക്സിലേക്ക് നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, 50 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ കറൻ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടോ. 50 മിനിറ്റിൽ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്യാൻ പറ്റി ഇവിടെയായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റിൽ ഇവിടെ ഒരു റീടെസ്റ്റ് കാണാം കണ്ടോ. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കണ്ടോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു ഡൗൺ സൈഡിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ കറൻ്റ് സിറ്റുവേഷൻ 50 മിനിറ്റിൽ സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത്. സപ്ലൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോണിലാണ് സപ്ലൈ ഉള്ളത്. സോ ഇതൊരു മേജർ സപ്ലൈ ആണ്. സോ ഇനി മാർക്കറ്റ് മേളിലേക്ക് വരികയാണെങ്കിൽ, മേളിലേക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സോൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ലെവല് മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ് സ്റ്റാറ്റസ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഒരു റീടെസ്റ്റ് വരാൻ പ്രോബബിലിറ്റി ഉള്ള സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം സോണാണ് നമ്മൾ കൺസിഡർ. ഈ 2 ലെവലിൽ മാർക്കറ്റ് വന്നിട്ട് എഗെയിൻ കണ്ടിന്യൂഷൻ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു സോണിലേക്ക് വന്നിട്ട് എഗെയിൻ മാർക്കറ്റ് ഈ രീതിയിലുള്ള മൊമെൻറ്റം തന്ന് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്മോളർ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റിലോ 1 മിനിറ്റിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാവുന്നതാണ്. അതേപോലെ മാർക്കറ്റ് മേളിലേക്ക് പോകണമെങ്കിലും നമുക്കൊരു കൺഫർമേഷൻ വേണം. സോ ഇതാണ് നമ്മുടെ ഹൈ ടൈം ഫ്രെയിമിൻ്റെ പ്ലാൻ. ഇതാണ് മാർക്കറ്റ് ഇവിടെ വന്നെങ്കിൽ താഴേക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ കീ ലെവലുകൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇതൊരു കീ ലെവലാണ്. നെക്സ്റ്റ് DP അഗെയിൻ ഇതൊരു കീ ലെവലാണ്. സോ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഈക്വൽ ലോയും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ടാർഗറ്റ് ലെവലായിട്ട് എടുക്കാം. പക്ഷേ ഇവിടെയൊക്കെ റീടെസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. സോ ചാൻസ് നമുക്ക് ഇതാണ് കറൻ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് വേണം, ഈ ഒരു സോണിൽ നമുക്കൊരു കൺഫർമേഷൻ വേണം, LTF കൺഫർമേഷൻ വേണം. നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആവശ്യമുണ്ട്. LTF കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. LTF കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് 3 മിനിറ്റിൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വേണം നമുക്ക് അല്ലേ. ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട്. സോ 3 മിനിറ്റിൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ട്രെൻഡ് കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ത്രൂ ഔട്ട് താഴേക്ക് വന്നു. ഓക്കെ, എഗെയിൻ മാർക്കറ്റ് ഈ ഒരു രീതിയിലുള്ള റിയാക്ഷൻ തന്നാൽ ഇവിടെ എന്താണ് ബ്രേക്ക് ഔട്ടായി, ട്രെൻഡ് റിവേഴ്സായി. എഗെയിൻ മാർക്കറ്റ് ഇനി വളരെ ടൈം എടുത്ത് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഈ പറയുന്ന റേഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ ഒരു ഡയറക്ഷൻ ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റിലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണണം അല്ലേ. ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കൺഫർമേഷൻ ആയി. ഇതാണ് നമ്മൾ LTF കൺഫർമേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൺഫർമേഷൻ എടുത്ത് നിങ്ങൾ നോക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ
അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതവിടെ നോക്കാവുന്ന. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ്, ഈ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കൺഫർമേഷൻ എടുക്കാൻ നമ്മുടെ ചാനലിൽ നിങ്ങൾ ലൈവായിട്ട് ഉണ്ടായാൽ മതി. സോ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 10:30 ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാനിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യം ഗൂഗിൾ മീറ്റല്ല, നമ്മൾ സൂം മീറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് റെക്കോർഡാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ റെക്കോർഡിംഗ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്ത് നോക്കാം. അറ്റ് എ ടൈം മാർക്കറ്റ് അവറിൽ നമ്മൾ എന്താണ് അവിടെ ഡിസിഷൻ എടുത്തിട്ടുള്ളത്, എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പിൻ ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതാണ് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത്. ഏകദേശം 51,200 എന്നുള്ള ആ ഒരു പ്രൈസിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലാൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ടാർഗറ്റിലേക്ക് ആ ഒരു ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സോണിൽ നിന്ന് ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ടാർഗറ്റ് സോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മോർണിംഗ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അപ്ഡേറ്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതിനനുസരിച്ച് കൺഫർമേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡിലേക്ക് എപ്പോഴും കയറുക. ഞാൻ പറയുന്നുണ്ട്, HDF പ്ലാൻ ഉള്ള സമയത്തായിരിക്കും ഞാനും ട്രേഡിലേക്ക് വരാം. അപ്പോൾ എനിക്ക് ട്രേഡുള്ള സമയത്തായിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. നമ്മളെപ്പോഴും നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സ് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. പ്രീവിയസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. കണ്ടോ, ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു സോണിൽ നിന്ന് മേളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പുഷ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇതെല്ലാം അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏകദേശം ഒരു 3 to 4 5 ഇയർ 6 ഇയർ അടുത്തുള്ള അപ്ഡേറ്റ്സ് ഫുള്ളും ഈ ടെലിഗ്രാമിലുണ്ട്. 2018 മുതൽ ഇതിൻ്റെ അത് അപ്ഡേറ്റ്സ് ഉണ്ട്. കാണാത്തവരാണെങ്കിൽ കാണാം. സോ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കമൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് വേറൊരു ചാനലിലേക്കാണ് വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. കണ്ടോ, ഇവിടെയാണ് ഡിസ്കഷൻ വരിക. ഇതിലേക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. കണ്ടോ, ഇവിടെ ഓൾറെഡി എല്ലാവരും ഡിസ്കഷൻ ഉള്ളൊരു സോൺ. അപ്പോൾ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഓൺ ടൈമിലുള്ള ഡൗട്ടും അവിടെ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ മോഡറേറ്റേഴ്സ് ഉണ്ടാവും, ഞാനല്ലെങ്കിലും. അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതാണ് കറൻ്റ്ലി നമുക്ക് എടുക്കാനുള്ള ഇതാണ് ഒരു സെൽ ഓഫ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 ലെവൽസ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കാം. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ മേളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മേളിലേക്ക് ഒരു റിസ്ക് എൻട്രി നോക്കാം. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് നല്ലൊരു എൻട്രി താഴേക്ക് പോകുക. കാരണം ഇത്രയും ടാർഗറ്റ് ലെവലുകൾ നമുക്ക് താഴേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത വീക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ പറയുന്ന ടാർഗറ്റിലേക്കൊക്കെ മാർക്കറ്റ് എത്തുമോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ഓൺ ടൈമിൽ ഇപ്പോൾ അനാലിസിസ് വീഡിയോ ഇടുന്ന സമയത്ത് നെക്സ്റ്റ് വീഡിയോയിലാണ് എനിക്ക് പറയാൻ പറ്റുക. ചേഞ്ചസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുക അവിടെ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് എന്തായാലും നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു LTF കൺഫർമേഷൻ്റെ ഒപ്പം തന്നെ അടുത്ത LTF കൺഫർമേഷൻ എടുത്തിട്ട് ഡൗൺ സൈഡിലേക്ക് വരേണ്ടത് ഇവിടെയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്സ് അനലൈസ് ചെയ്ത പോലെ തന്നെ സ്റ്റോക്സിലും ആ ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നു. അതിലേക്ക് പോവാം. സോ ഇതാണ് കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്കൊന്ന് നിഫ്റ്റിയിലേക്ക് പോകാം. സോ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഓൾറെഡി നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റി തന്നിട്ട് ഒരു ഡിമാൻഡ് കൺട്രോൾ ചെയ്യാണ്. സോ ഈ ഒരു ലോയിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഒരു ഇക്വിലിബ്രിയം സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരുന്നതിൻ്റെ ഒപ്പം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് മേജറായിട്ട് അടുത്തൊരു ബൈയിങ് ലെവൽ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ബൈയിങ് ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. അപ്പോൾ മേജർ ഡിമാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എവിടെയാണ്, ഇതാണ് മേജർ ഡിമാൻഡായിട്ട് എടുക്കാം. ഇത് നമ്മുടെ ഇക്വിലിബ്രിയം സോണാണ്. ഇക്വിലിബ്രിയം സോണിൽ ഞാൻ ഒരു ബ്ലൂ എടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഡെയിലി നോക്കുമ്പോൾ ഇതാണ്. സോ നമുക്കൊന്ന് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് ഓൾറെഡി റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടാണ്. ഇവിടെ പ്രോപ്പറായിട്ടുള്ള റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്ന സമയത്ത് ഹൈ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. കണ്ടോ, യെസ്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് 1 ഹവറിൽ നമുക്കൊരു റിവേഴ്സൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ടോ, യെസ്. പിന്നെ മാർക്കറ്റ് ഇവിടെ ഒരു റീടെസ്റ്റ് പ്രോബബിലിറ്റി, നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിയ പോലെ തന്നെ ഇവിടെ ഒരു റീടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിലേക്ക് മേ ബി മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് പറയാനുള്ളത്. സോ ടാർഗറ്റ് സോണായിട്ട് നമ്മുടെ ഈ ഒരു ലെവലിൽ ഫസ്റ്റ് TP നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. എഗെയിൻ അതിനുശേഷം ഈ ഒരു ലെവൽ നമുക്ക് എടുക്കാം. സോ 15 മിനിറ്റിലേക്ക് വന്നാൽ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കൂടെ കിട്ടും. സ്വിങ്സ് ആണ് നമ്മൾ എടുക്കുക, കീ ലെവലുകളാണ് നമ്മളെപ്പോഴും ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി മാർക്കറ്റ് എടുത്തിട്ടുണ്ടോ, S5 എടുത്തിട്ടുണ്ട്. സോ ഇത് തന്നെയാണ് മാർക്കറ്റ്. താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പത്തെ സ്വിങ് ഇതാണ് കൺസിഡർ ചെയ്യാനുള്ളത്. സോ ഇതാണ് മാർക്കറ്റിൽ അടുത്തൊരു ടാർഗറ്റ് ലെവലായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന്
ഒരു റിവേഴ്സൽ തന്നാൽ മാത്രം, കണ്ടിന്യൂഷൻ ആണെങ്കിൽ താഴേക്ക് തന്നെ പോവാം. ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് ചെയ്യാം. എഗെയിൻ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നാൽ ഈ ഒരു ലെവലിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കാം. സോ എഗെയിൻ ഇതാണ് നമ്മളെ നിഫ്റ്റിയിലെ കേസ് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് ചെയ്യാം. എഗെയിൻ കണ്ടിന്യൂഷൻ ടു നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഡെയിലിയിലുള്ള പ്ലാനിലേക്ക് നമുക്ക് ഈ പറയുന്ന 15 മിനിറ്റിൽ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടുപോകാം. മനസ്സിലായോ? ഈ ഒരു ലെവലിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയുടെ കേസിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്തെന്നാ, സെയിം കാര്യം തന്നെ, LTF കൺഫർമേഷൻ വേണം. അപ്പോൾ ഇവിടെ LTF കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മേളിലേക്ക് നോക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ അഗ്രസീവായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ LTF 3 മിനിറ്റിലേക്ക് നമുക്ക് സിറ്റുവേഷനിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ നോക്കാം, കണ്ടീഷൻ നോക്കാം. ഇതാണ് 3 മിനിറ്റിലൊരു സപ്ലൈ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഇവിടെയാണ് സപ്ലൈ. അഗെയിൻ ഇതിന് എബോവ് മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് കൺഫർമേഷൻ ആയി. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതാണ് ലോവർ ടൈം ഫ്രെയിം അല്ലേ, ബ്രേക്ക് ചെയ്തു, അടുത്ത റീടെസ്റ്റ് നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അഗെയിൻ കണ്ടിന്യൂഷൻ ടു അപ്സൈഡ്. സോ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു സോണിൽ എത്തുമ്പോഴായിരിക്കും അടുത്തൊരു റിയാക്ഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കാവുന്നതാണ്. 3 മിനിറ്റോ 1 മിനിറ്റോ അത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കീ ലെവലുകളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കണ്ടിന്യൂഷൻ ട്രെൻഡ് ആണെങ്കിൽ 1 മിനിറ്റ് നോക്കാം. കാരണം ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ട്രെൻഡാണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ എൻട്രി എടുക്കാം. പക്ഷേ റിസ്ക് എൻട്രീസ് എപ്പോഴും നിങ്ങൾ 3 മിനിറ്റിലേക്ക് ട്രൈ ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഗെയിൻ ഈ ഒരു സോണാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു LTF കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്കും നോക്കാവുന്ന, കളറും ചേഞ്ച് ചെയ്യാം, റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ LTF കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡൗൺ സൈഡിലേക്കും നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടാർഗറ്റ് സോണിലേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ നിഫ്റ്റിയുടെ കേസിൽ ഇതാണ് ലെവൽസ്. ലെവലൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതാണ് ഒരു സെൽ ഓഫ് എഗെയിൻ തരാനുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലം. അപ്പോൾ അതിനടുത്തേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴേക്കോ കൺഫർമേഷൻ എടുത്ത് നോക്കാവുന്നതാണ്. 25,664 എന്നുള്ള പ്രൈസും 25,131 എന്നുള്ള പ്രൈസിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ റേഞ്ചിനടുത്തായിട്ട് നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനുള്ളിലുള്ള ഇംബാലൻസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ഈ പറയുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് നോക്കാം നാളെ എന്താണ് മാർക്കറ്റിൽ വരിക എന്നുള്ളത്. നാളത്തെ ഒരു പ്ലാനായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഡെയിലി വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി സോൺ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. സോ ഇവിടെ വന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന നമ്മളുടെ സോണിലേക്ക്, ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ മേ ബി രണ്ടുപേരും കൂടെ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ, നല്ല രീതിയിലൊരു പുഷ് തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിലൊരു പുഷ് മേളിലേക്ക് നോക്കാം. പക്ഷേ അതുവരെ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും ഇത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് കൂടിയാണ്. ഇനി നമുക്ക് HDFCയിലേക്ക് ഒന്ന് പോകാം. HDFCയിലേക്ക് ഡെയിലിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലോട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ അല്ലേ, നോക്കിക്കേ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്, വീക്കിലി ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു റേഞ്ചാണ് അല്ലേ, ഒരു പർട്ടിക്കുലർ റേഞ്ച് വിട്ടിട്ട് HDFCക്ക് അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ നടന്ന് കളിക്കുകയാണ്. HDFC ഇങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സൈഡിൽ നിന്ന് സ്ട്രെങ്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു OB ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. സോ ഈ ടോട്ടലി ഉള്ള പുഷിൻ്റെ ഇക്വിലിബ്രിയാണ്. മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, ഈ പറയുന്ന ലിക്വിഡിറ്റി സെയിം ആയിട്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ബിൽഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു കേസ് വീക്കിലിയിലേക്ക് ഡെയിലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ, ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. സോ ഇവിടെ ഓർഡേഴ്സ് ബിൽഡ് ചെയ്താണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. സോ ഈ ഓർഡേഴ്സ് ടേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ളൊരു മൊമെൻറ്റം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളായിട്ട് ക്ലബ് ആവുന്നുണ്ട് അല്ലേ, നമ്മൾ പറയുന്ന കാര്യങ്ങളായിട്ട് മാർക്കറ്റ് കണക്റ്റ് ആവുന്നുണ്ട്. നമ്മുടെ പ്ലാനായിട്ട് HDFC ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ 15 മിനിറ്റിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് HDFCയിലാണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചർ നോക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടി വരും. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, ഇവിടെ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സ്റ്റിൽ സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യണേ. മനസ്സിലാവും? ഷിഫ്റ്റിന് സപ്ലൈ കൺട്രോൾ ചെയ്യണേ. HDFCയുടെ കേസിൽ നോക്കുന്ന സമയത്ത് HDFC സ്റ്റിൽ ഈ സപ്ലൈ സോണിലാണ് കറൻ്റ്ലി കൺട്രോൾ. HDFCയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിലോ സ്വിംഗ് ട്രേഡിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഇക്വിലിബ്രിയം സോണിൽ തന്നെയാണ് HDFC നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സെൽ ഓഫ് സോണിലാണ് HDFC ഉള്ളത്. സോ ഇവിടെ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ എക്സിറ്റ് ചെയ്യാം. ഈ പറയുന്ന ലിക്വിഡിറ്റിയൊക്കെ ഗ്രാബ് ചെയ്തതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ബുള്ളിഷ് ആവുന്ന സമയത്ത് ഇതിലൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാവുന്നത് കൂടിയാണ്. ഓക്കെ, ഇതാണ് കറൻ്റ് ഉള്ള സെൽ ഓഫ് സോൺ. അതിൻ്റെ ഇക്വിലിബ്രിയം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എവിടെയാണ്,
ഈ പറയുന്ന ലെവലാണ്. സെഗെയിൻ ഇവിടെ നിന്ന് ഇനിയും കണ്ടിന്യൂ. ഇപ്പോൾ റേഞ്ച് ആയതുകൊണ്ടാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുണ്ട് അവിടെ. എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു വൺ ഡയറക്ഷൻ മൂവ് മാർക്കറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നില്ല. ഈ ലെവലിൽ നിന്നും മെഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, താഴേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ HDFC ഓക്കെയാണ്. ഇനി ICICയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഡെയിലി വീക്ക് ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ICICയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്നൊരു സെൽ ഓഫ് ICIC തരാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പ്രോപ്പറായിട്ട് അവിടെ വന്ന് മാർക്കറ്റ് സെൽ ഓഫ് തരുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ പൊസിഷൻ ഞാനിവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICIC ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICIC പ്രോപ്പറായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ICIC ഇനി താഴേക്ക് വരികയാണെങ്കിൽ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് അവിടുത്തെ റിയാക്ഷൻ കറക്റ്റ് ഒരു കൺഫർമേഷൻ എടുക്കുന്ന 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള ഒരാളാണ് ICIC എന്ന് പറഞ്ഞാൽ. കണ്ടോ, ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചറിൽ വന്നിട്ടുള്ള സെയിം മൊമെൻറ്റം ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് കണ്ടോ. സോ അതിനുശേഷം ഇവിടെയും ഉള്ള കാര്യം എന്താ, ICICയിലും ഈ പറയുന്ന ഡയറക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഒരു CH മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നിട്ട് സ്റ്റിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ICICയിലെങ്കിൽ, ഈ പറയുന്ന ലിക്വിഡിറ്റിയൊക്കെ ഗ്രാബ് ചെയ്യാനുള്ള പ്ലാനാണ് എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള മൂവ്മെൻറ്റും. സോ ഈ സെയിം പ്ലാൻ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാനിൽ. അപ്പോൾ സോ നമുക്കതൊക്കെ പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ എല്ലാത്തിനും നമുക്കൊരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ഉപകാരം, എന്താണ് അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആണെങ്കിലും മാർക്കറ്റ് അഗ്രസീവ് ആയിരിക്കും, സെൽ ഓഫ് അഗ്രസീവ് ആയിരിക്കും, ബൈങ് ആണെങ്കിലും ബൈങ് അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ ഈ ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നിങ്ങൾ നോക്കണേ. നമ്മൾ പ്ലാൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ, കൺഫർമേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളതിൽ ബ്രേക്ക് ഔട്ടോ നിങ്ങൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്ത പോലെ തന്നെ അതിനടുത്ത് തന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ഉണ്ട്. മേജറായിട്ട് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള പുഷ് നമുക്ക് ഇത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കണ്ടോ. ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാം കണ്ടോ. സോ ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള OB നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കുക കണ്ടിന്യൂഷൻ, ഇവിടെ വന്നു കഴിയുമ്പോൾ എഗെയിൻ താഴേക്ക് തന്നെ കണ്ടിന്യൂഷൻ നോക്കാം. മേളിലേക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, താഴേക്ക് ഇനി കറക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ വന്നുള്ള ഈ പുഷ് ആയിരിക്കില്ല, ആയിരിക്കും മാർക്കറ്റ് മൂവ് ഓൺ ചെയ്യും. അപ്പോൾ ഇത് മാർക്കറ്റ് ഈ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ആളോടൊപ്പം തന്നെ ICIC നമുക്ക് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ആക്സസിലേക്ക് എന്തായാലും നോക്കാം. ആക്സസിൽ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ. നമ്മൾ ലാസ്റ്റ് പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സോണിൽ നിന്ന് താഴേക്ക് അല്ലേ, ഡെയിലി കണ്ടീഷനിൽ നോക്കുമ്പോൾ. അതുപോലെ 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴും ഇതൊരു നല്ലൊരു സെൽ ഓഫ് സോണാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കണ്ടീഷനിൽ. സോ ആ സെൽ ഓഫ് സോണിൽ തന്നെ പ്രൈസ് ഡെലിവറി ആയിരുന്നു കേട്ടോ, PD. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സീരീസ് നോക്കിയാൽ നമ്മുടെ 1 മന്തിൻ്റെ P&L വെച്ചിട്ടുള്ള സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നൊരു സെൽ ഓഫ് കിട്ടിയിട്ട് കറക്റ്റ് ബാങ്ക് നിഫ്റ്റി ഇത് നോക്കി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ് ഉണ്ടോ. ഇതും കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്, മനസ്സിലായോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഈ ലോ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇതിലും ഞാൻ പറയുന്നത് ഇതൊരു ടാർഗറ്റ് സോണാണ്, ഇവിടെ നിന്ന് ബൈ ചെയ്യാന്നല്ല, ഇതൊരു ടാർഗറ്റ് സോണായിട്ട് നമുക്ക് എടുക്കാം. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സിൽ നമുക്ക് ഇവിടെ കാണാം അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് റിവേഴ്സിൽ കിട്ടി കണ്ടാവും. എഗെയിൻ മാർക്കറ്റ് നമുക്ക് റീപ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ക്ലിയർ ആയി വരും. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സിൽ തന്നുകൊണ്ട് വളരെ ടൈം എടുത്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സപ്ലൈ സോൺ മാർക്കറ്റിലൂടെ ഉണ്ട്, കൺഫർമേഷനായി ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ മേജർ സോണിൽ കേട്ടോ എഗെയിൻ മാർക്കറ്റ് അവിടെ വന്നപ്പോഴുള്ള ഒരു സെൽ ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രോപ്പർ ഈ ലിക്വിഡിറ്റി മൊത്തം ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് അഗ്രസീവ് ആയിട്ടൊരു സെൽ ഓഫ് തന്നു. സോ അവിടെ കൺഫർമേഷൻ കിട്ടി എഗെയിൻ. ഇനിയിപ്പോൾ പ്രീമിയം സോണാണ്, പ്രീമിയം സോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽ ഓഫ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽ ഓഫ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എഗെയിൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പ്രീമിയം ഡിസ്കൗണ്ട് ബേസ് ചെയ്തിട്ട് നോക്കാം, ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് മാർക്കറ്റ് ഏകദേശം അതിനടുത്ത് നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കൺഫർമേഷൻ എടുത്ത് ലോ ടൈം ഫ്രെയിമിൽ സ്റ്റോക്സിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ അതിനുശേഷം കണ്ടിന്യൂഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നിന്നാണ് ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എഗെയിൻ നമുക്ക് ഇവിടെയും ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫൈൻ, ഈ ഒരു സോണിൽ ഇക്വിലിബ്രിയം നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് നോക്കാം അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണ് മാർക്കറ്റ് വരിക എന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം, നമുക്ക് ഡെയിലി അനാലിസിസിൽ നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. സോ ഇവിടെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണ്, ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ പ്ലാനിലേക്ക് ഈ പറയുന്ന ബാങ്ക്സും കോർഡിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഒന്നും കൂടെ ഞാൻ പറയാം. 51,251, 51,100 എന്നുള്ള പ്രൈസിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,131 എന്നുള്ള പ്രൈസിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി, 25,600
64 എന്ന് പറയുന്ന പ്രൈസിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ഇവിടേക്ക് നമുക്ക് LTF കൺഫർമേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ആ ഒരു പ്ലാനിലേക്ക് എക്സിക്യൂഷൻ കൊണ്ടുവരാൻ നോക്കുക. HDFC പ്ലാൻ നോക്കി, അതേപോലെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ, റിലയൻസിലേക്കൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഏതാണ് വെയിറ്റേജ് സ്റ്റോക്സ് എല്ലാം നിങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഒരു 3 to 4 സ്റ്റോക്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. നമുക്കൊരു 6 സ്റ്റോക്സ് ഒക്കെ നോക്കാം. നിഫ്റ്റിയിലെ കേസ് നിങ്ങൾക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് കറൻ്റ്ലി നമ്മുടെ സിറ്റുവേഷൻ, ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മളെ എല്ലാ മന്തും നടത്തുന്ന പോലെ തന്നെ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ സൂം മീറ്റിങ്ങിൽ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് ടെലിഗ്രാമിൽ. എന്നാലും നിങ്ങൾക്കൊരു വെബിനാറിൽ പ്രോപ്പറായിട്ടുള്ളൊരു നിങ്ങളുടെ ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലാൻ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തെടുക്കുന്നതിനുള്ള ഡീറ്റെയിൽ സെക്ഷൻ നമ്മൾ വെബിനാറിൽ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ താഴെ ലിങ്ക് ഉണ്ട്, വെബിനാറിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ അനാലിസിസ് കാര്യങ്ങൾ, എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.